ബെർക്ക് ഗ്രാമത്തിൽ ഡ്രാഗണുകൾ എന്നും ഒരു പേടി സ്വപ്നമായിരുന്നു. എല്ലായ്പ്പോഴും ആക്രമണങ്ങൾ. തലവനായ സ്റ്റോയിക്കിന്റെ മകൻ ഹിക്കപ്പ് എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. ബലം കുറവായിരുന്ന അവൻ യന്ത്രങ്ങളുണ്ടാക്കി തന്റെ കുറവുകളെ മറികടക്കാൻ ശ്രമിച്ചു. ഒരു ഡ്രാഗൺ ആക്രമണത്തിനിടെ ഹിക്കപ്പ് നൈറ്റ് ഫ്യൂറി എന്ന അപൂർവ ഡ്രാഗണെ വെടിവെച്ചിട്ടു. എന്നാൽ കൊല്ലാനായി പോയ ഹിക്കപ്പ് മുറിവേറ്റ ആ ഡ്രാഗണെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞ് അതിനെ മോചിപ്പിച്ചു. അത്ഭുതമെന്നു പറയട്ടെ, ആ ഡ്രാഗൺ അവന്റെ ജീവൻ രക്ഷിച്ചു. ഹിക്കപ്പ് അതിന് ടൂത്ത്ലെസ് എന്നു പേരിട്ടു. ടൂത്ത്ലെസിന്റെ മുറിഞ്ഞ വാൽച്ചിറകിന് ഹിക്കപ്പ് ഒരു കൃത്രിമ ചിറകുണ്ടാക്കി. അതോടെ ടൂത്ത്ലെസിന് പറക്കാൻ കഴിഞ്ഞു. ഹിക്കപ്പ് അതിന്റെ പുറത്തു കയറി അതിനെ നയിച്ചു. ടൂത്ത്ലെസിൽ നിന്ന് ഡ്രാഗണുകളുടെ യഥാർത്ഥ സ്വഭാവം ഹിക്കപ്പ് മനസ്സിലാക്കി. അവയെല്ലാം റെഡ് ഡെത്ത് എന്നൊരു ഭീമാകാരനായ ഡ്രാഗണിനുവേണ്ടി ഭക്ഷണം കണ്ടെത്താൻ നിർബന്ധിതരാവുകയായിരുന്നു. സത്യം മനസ്സിലാക്കിയ സ്റ്റോയിക്ക് ഹിക്കപ്പിനെ തള്ളിപ്പറയുകയും ടൂത്ത്ലെസിനെ പിടികൂടുകയും ചെയ്തു. റെഡ് ഡെത്തിന്റെ കൂട് കണ്ടെത്താൻ അവർ ടൂത്ത്ലെസിനെ ഉപയോഗിച്ചു. എന്നാൽ ഭീമൻ റെഡ് ഡെത്ത് ഉണർന്നു. ഗ്രാമവാസികൾ പേടിച്ചു. ഹിക്കപ്പും ടൂത്ത്ലെസും റെഡ് ഡെത്തുമായി ആകാശത്തുവെച്ച് ഏറ്റുമുട്ടി. കടുത്ത പോരാട്ടത്തിനൊടുവിൽ അവർ ആ രാക്ഷസനെ ഇല്ലാതാക്കി. ഹിക്കപ്പിന് ഈ യുദ്ധത്തിൽ ഒരു കാൽ നഷ്ടപ്പെട്ടെങ്കിലും ബെർക്ക് ഗ്രാമത്തിന് സമാധാനം തിരികെയെത്തി. ഇന്ന് ബെർക്ക് ഗ്രാമത്തിൽ മനുഷ്യരും ഡ്രാഗണുകളും ഒരുമിച്ച് സമാധാനത്തോടെ ജീവിക്കുന്നു. ഹിക്കപ്പിനും ടൂത്ത്ലെസിനും പുതിയ കൃത്രിമ അവയവങ്ങൾ ലഭിച്ചു. അവന്റെ ധീരത ഗ്രാമത്തെ മാറ്റിമറിച്ചു. അവർ സന്തോഷത്തോടെ മുന്നോട്ടു പോകുന്നു.